ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. നമുക്കറിയാം, ജനനം മുതൽ മരണവും നമ്മോടൊപ്പം ഉണ്ട്. എപ്പോൾ സംഭവിക്കുമെന്നറിയില്ല, എങ്ങനെയെന്നും അറിയില്ല. അത് സംഭവിക്കും. ചെറുതും വലുതുമായ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ചെറുതും വലുതുമായ ദുരന്തങ്ങളും അപ്പോഴപ്പോഴായി നമ്മെ തേടിയെത്തും. അതിനിടയിൽ എല്ലാം കടന്നുപോകും. നാം പ്രതീക്ഷയോടെ വീണ്ടും മുന്നോട്ട് നമ്മുടെ യാത്ര തുടരും. ഇന്നും നമ്മോടൊപ്പം ഇല്ലാത്തവർക്ക് വേണ്ടി അവരുടെ ആത്മാവ് ശ്രീരാമ തൃപ്പാദങ്ങളിൽ ചെന്ന് ചേരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദുഃഖകരമായ അവരുടെ വേർപാടിനെയും അതുണ്ടാക്കുന്ന വേദനയെയും അതിജീവിക്കാനുള്ള ശക്തി അവരുടെ ഉറ്റവർക്കും ഉടയവർക്കും ആ പരമാനന്ദമൂർത്തി എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അനുഗ്രഹിക്കട്ടെ. ഓം നമോ ഭഗവതേ രാമചന്ദ്രായ. ഇന്നലെ നാം മാരുതിയെ കൊല്ലാനൊരുങ്ങിയ രാവണനെ തടഞ്ഞ ആ വിഭീഷണൻ രാമദൂതനായ വാനരനെ വധിക്കുന്നത് പാപമാണെന്നും ഒരു അടയാളം ഉണ്ടാക്കി വിടുന്നതാണ് ഉചിതമെന്നും പറയുന്നതാണ് കേട്ടത്. ഇന്ന് 24-ാം ദിവസം സുന്ദരകാണ്ഡത്തിലെ അവസാന ഭാഗങ്ങളായ ലങ്കാദഹനവും ഹനുമാൻ്റെ രാമസന്നിധിയിലേക്കുള്ള ആ തിരിച്ചുവരവും ഹനുമാൻ്റെ പ്രത്യാഗമനം കേൾക്കാം. രാവണൻ ആ സഭയിൽ എല്ലാവരോടുമായി പറഞ്ഞു, ഈ വാനരജാതികൾക്ക് മുഖമോ കൈകാലുകളോ അല്ല, അവരുടെ ശൗര്യത്തിൻ്റെ അടിസ്ഥാനം അവരുടെ വാലാണ്. ആയതിനാൽ നിങ്ങൾ അവൻ്റെ വാലിന്മേൽ തുണി ചുറ്റി എണ്ണയിൽ മുക്കി തുണി ചുറ്റി കത്തിച്ച് അവനെ പൊള്ളലേൽപ്പിക്കുക. അങ്ങനെ വാലില്ലാത്ത ഈ കുരങ്ങനെ ലക്ഷണം കെട്ടവനെന്നും കുലദ്രോഹിയെന്നും പറഞ്ഞ് മറ്റു വാനരന്മാർ തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും പുറത്താക്കും. അങ്ങനെ ഇവൻ ഈ ജളനെന്ന് പറഞ്ഞവനെ പുറത്താക്കി കഴിഞ്ഞാൽ അവൻ നാണം കെട്ട് അവൻ്റെ അവസ്ഥ മോശമാവുമല്ലോ. ഇവനെ രാത്രിയിൽ അതിക്രമിച്ചു വന്ന കള്ളനെന്ന് പറഞ്ഞ് എല്ലാ ദിക്കുകളിലും കേൾക്കാൻ പാകത്തിന് പെരുമ്പറ കൂട്ടി എല്ലാ വഴികളിലൂടെയും കൊണ്ടു നടക്കൂ എന്ന് പറയുകയാണ്. പക്ഷേ ഇങ്ങനെ പറയുന്ന ഈ മൂഢനായ ഈ രാവണൻ, നമുക്കറിയാം അഗ്നി ഭഗവാൻ വരം നൽകിയിട്ടുണ്ട്, അഗ്നിയാൽ ഒരു പരിക്കോ ഏൽക്കയില്ലെന്ന്. ഈ മൂഢരാക്ഷസന്മാർക്ക് ഇത്രയൊക്കെ ഈ വാനരൻ ഒറ്റയ്ക്ക് ചെയ്തു കൂട്ടിയിട്ടും അത് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ, അല്ലേ? അപ്പോൾ അങ്ങനെ ഈ രാവണൻ്റെ ഈ ഭോഷ്ക് കാരണം, ഈ രാവണൻ്റെ വാക്കുകൾ കേട്ട് ആ രാക്ഷസന്മാർ ഹനുമാൻ്റെ വാലിന് തീയിടാൻ പോവുകയാണ്. അങ്ങനെ എണ്ണയിലും നെയ്യിലും മുക്കിയെടുത്ത വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് വാലിനെ ചുറ്റാൻ തുടങ്ങി. ചുറ്റിക്കെട്ടാൻ തുടങ്ങുന്നവരും നമ്മുടെ ഹനുമാൻ എന്ത് ചെയ്യും? ഹനുമാൻ വാലിങ്ങനെ പതുക്കെ പതുക്കെ നീട്ടി 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 വിട്ടുകൊണ്ടിരുന്നു. അതുപോലെ വണ്ണവും കൂട്ടിക്കൊണ്ടിരുന്നു വാലിൻ്റെ. പതുക്കെ പതുക്കെ വാലിൻ്റെ നീളവും കൂട്ടും വണ്ണവും കൂട്ടും. ഹനുമാൻ അങ്ങനെ ഇരിക്കുകയാണ് സ്വസ്ഥനായിട്ട്. ബന്ധിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ബന്ധിച്ചിട്ടുണ്ടെങ്കിലും ഹനുമാൻ വളരെ കംഫർട്ടബിളായിട്ടായിരിക്കുന്നത്. വാൽ മാത്രം ഇങ്ങനെ നീട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ഇവർ ചുറ്റി ചുറ്റി മടുത്തു, വസ്ത്രങ്ങളൊക്കെ തീർന്നു. അപ്പോൾ രാജകൊട്ടാരത്തിലുണ്ടായിരുന്ന പട്ടുവസ്ത്രങ്ങളെല്ലാം വാരിക്കൊണ്ടുവന്ന് ചുറ്റി, എന്നിട്ടും തികയുന്നില്ല. അവസാനം രാക്ഷസന്മാർ അവരവരുടെ വീടുകളിൽ ചെന്ന് ആ വസ്ത്രങ്ങളും എണ്ണയും നെയ്യും ഒക്കെ ശേഖരിച്ചു കൊണ്ടുവന്ന് ചുറ്റാൻ തുടങ്ങി. ഇവർ തന്നെ പറയുകയാണ്, എന്നിട്ട് ഇവൻ സാധാരണക്കാരനല്ല, ഏതോ ദിവ്യശക്തിയുള്ളവനാണ്. ആർക്ക് തോന്നി ഇങ്ങനെ ഒരു വിനാശത്തിന്, ഇങ്ങനെ ഒരു കാര്യം? ഇത് ഇങ്ങനെ വസ്ത്രങ്ങളുമില്ല, ഇനി നെയ്യും ഇല്ല, എണ്ണയും ഇല്ല, ഒന്നും ശേഷിക്കുന്നില്ല. ഇങ്ങനെ തോന്നിയത് നമ്മുടെ നാശത്തിനാണ്. ഇനി വാലിന് തീ കൊളുത്താം എന്തായാലും എന്ന് പറഞ്ഞ് അവർ തുണി ചുറ്റുന്നത് നിർത്തിയിട്ട് വാലിന് തീ കൊളുത്തുകയാണ്. ഈ തീ കൊളുത്തിക്കഴിഞ്ഞപ്പോൾ ഹനുമാനെ എടുത്തുയർത്തി രാക്ഷസൻ, അതായത് രാവണൻ പറഞ്ഞതുപോലെ പെരുമ്പറ കുട്ടി കൊണ്ട് നടക്കണ്ടേ? അപ്പോൾ പശ്ചിമ ഗോപുരത്തിലേക്കാണ് അവരെടുത്തുകൊണ്ട് പോകുന്നത്. ആ പശ്ചിമ ഗോപുരവാതിലേക്ക് എടുത്തുകൊണ്ട് പോവാണ്. ആ കള്ളൻ കള്ളൻ എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് പെരുമ്പറ കുട്ടി ഇങ്ങനെ പോകുന്നതായിട്ട് സമയത്ത് ഹനുമാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഹനുമാൻ തൻ്റെ ശരീരം പെട്ടെന്നൊന്ന് ചെറുതാക്കി. അപ്പോൾ എന്ത് സംഭവിക്കും? ആ കെട്ടിയിരുന്ന കെട്ടുകളെല്ലാം പെട്ടെന്ന് ശിഥിലമായിട്ട് ആ ബന്ധനത്തിൽ നിന്നും മുക്തനായി ഒരൊറ്റ ചാട്ടം മുകളിലേക്ക്. ആ വാലങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓർത്തോണം, നല്ല ആളി കത്തുക. അപ്പം കുറച്ച് നീളമൊന്നുമല്ല, കിലോമീറ്ററുകളോളം നീളമുണ്ടല്ലേ? അതും ഓർക്കണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ വാല് ഉയർത്തി അവിടെ ഇവിടെയൊക്കെ തീ വെച്ചുകൊണ്ടാണ് ഈ മുന്നോട്ട് ചാടി ചാടി പോകുന്നത്.
അങ്ങനെ ഒരു സ്ഥലവും ഒഴിച്ചിടാതെ, ഒരു കെട്ടിടവും ഒഴിച്ചിടാതെ കത്തിച്ച് കത്തിച്ച് ഹനുമാൻ ചാടിപ്പോകുന്നതനുസരിച്ച് അഗ്നിയും വർദ്ധിച്ചുകൊണ്ടിരുന്നു. മനോഹരമായ മണിമന്ദിരങ്ങളും ആ രാജകൊട്ടാരങ്ങൾ, മറ്റ് രാക്ഷസന്മാരുടെ കൊട്ടാരങ്ങൾ, അവരുടെ വാസസ്ഥലങ്ങൾ, ആയുധശാലകൾ, അതുപോലെ മറ്റ് ജീവജാലങ്ങൾ, രഥം, കുതിര, അങ്ങനെ ആന, കുതിര എല്ലാം ഇങ്ങനെ അഗ്നിക്കിരയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അഗ്നിദേവനും അനിലസുതഹൃദയവും ഒരുപോലെ സന്തോഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. അനലശിഖകളും അനിലസുതഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണുപദം ഗമിച്ചു മുത. അഗ്നിജ്വാലകൾ ഉയർന്നു പൊങ്ങുന്നത് കണ്ടാൽ അവർ തമ്മിൽ മത്സരിക്കുകയാണെന്ന് തോന്നും. എന്തിനാണ് മത്സരിക്കുന്നത്? മുകളിൽ ഇന്ദ്രലോകത്ത്, അതായത് ദേവേന്ദ്രൻ്റെ അടുത്ത് ചെന്ന് ആ ദേവേന്ദ്രനോട് ഈ നിശ്ചരാലയം വൃത്താന്തം അറിയിക്കാൻ, ഈ സന്തോഷവാർത്ത അറിയിക്കാൻ അഗ്നിജ്വാലകൾ മത്സരിക്കുകയാണോ എന്ന് തോന്നും. ഭൂലോകത്തുള്ള സർവ്വ ദിവ്യ വസ്തുക്കളാലും ഐശ്വര്യസമ്പൂർണമായിരുന്ന ആ ലങ്ക ഇപ്പോൾ വെറും ചാരക്കൂമ്പാരമായിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ദേവന്മാർക്ക് നല്ല സന്തോഷമായിരിക്കും. അവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നതല്ലേ. ആ രാവണാദികൾ 3 ലോകത്തുള്ളവരെയും ഇങ്ങനെ തൻ്റെ ഈ തപോബലത്താൽ സിദ്ധിച്ച ആ കഴിവുകൊണ്ട് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ. തന്നെയല്ല, ആരാലും വധിക്കപ്പെടരുത്, ഒരു മനുഷ്യനാൽ മാത്രമേ വധിക്കപ്പെടാവൂ എന്ന് വരവും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് രാവണൻ. അങ്ങനെ അഹങ്കരിച്ചിരുന്ന ആ രാക്ഷസൻ്റെ ആ ലങ്ക കത്തുന്ന വൃത്താന്തം ദേവലോകത്ത് ചെന്ന് അറിയിക്കാനായിട്ട് അഗ്നിജ്വാലകൾ മത്സരിച്ച് മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അഗ്നി ആളി ആളി കത്തിക്കൊണ്ടിരുന്നു എന്നർത്ഥം. ആ ശ്രീരാമഭക്തനായ വിഭീഷണ മന്ദിരം മാരുതി വളരെ ശ്രദ്ധയോടെ അഗ്നിയിൽ നിന്നും സംരക്ഷിച്ചു. അതുപോലെ സീതാദേവി ഇരിക്കുന്ന ആ വൃക്ഷം നിൽക്കുന്ന സ്ഥലവും. അങ്ങനെ ഓരോ മണിമന്ദിരങ്ങളിലും അഗ്നി പടർന്നപ്പോൾ രാക്ഷസന്മാരും രാക്ഷസികളും ജീവൻ രക്ഷിക്കാനായി മുകളിലേക്ക് കയറി. എന്നാൽ അഗ്നി മുകളിലേക്ക് പടർന്നു കയറുമ്പോൾ അവർ ജീവൻ രക്ഷിക്കാനായിട്ട് താഴേക്ക് വീഴും. ചിലർ വീഴ്ചയിൽ, ആ താഴോട്ട് ചാടിയ വീഴ്ചയുടെ ആഘാതത്തിൽ കുറേ പേര് മരിച്ചു, കുറേ പേര് വെന്തു മരിച്ചു. അതുപോലെ ഇങ്ങനെ എവിടെ നോക്കിയാലും അലമുറയിട്ട് കരയുന്ന ഈ രാക്ഷസ സ്ത്രീകളും രാക്ഷസന്മാരും. ചിലർ ഇങ്ങനെ രക്ഷപ്പെട്ടവർ അവരുടെ ഉറ്റവർ മരിച്ചു പോകും. അതായത് അച്ഛൻ മരിച്ചവർ അച്ഛ എന്ന് വിളിച്ച് കഴിയുന്നു, ഭർത്താവ് മരിച്ചവർ എൻ്റെ പ്രാണനാഥ എന്ന് വിളിച്ച് കരയുന്നു. അതുപോലെ ഓരോരുത്തരും ഇങ്ങനെ ശിവ ഇതെങ്ങനെ സഹിക്കാൻ കഴിയും, ഇത് ആർക്ക് തടുക്കാൻ കഴിയും? ഈ രാക്ഷസരാജൻ്റെ ദുഷ്പ്രവൃത്തി കാരണമാണല്ലോ ഇതെല്ലാം സംഭവിച്ചത്, വേറെ ഒരു കാരണവും കാണുന്നില്ല. പരധനവും അമിതപരധാരങ്ങളും ബലാൽ പാപിദശാസ്യൻ പരിഗ്രഹിച്ചാൻ തുലവും. പരധാരങ്ങളെ, അതായത് പരസ്ത്രീ, അത് പരധാരം എന്ന് പറഞ്ഞാൽ പരപുരുഷൻ്റെ ഭാര്യയെ നോക്കുന്നത് പോലും പാപമാണെന്നിരിക്കെ ഈ മനുഷ്യ സ്ത്രീയെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് പാപമല്ലേ? അതുകൊണ്ടാണല്ലോ ഈ ദുഷ്കൃതങ്ങളൊക്കെ ഈ രാവണൻ്റെ ഈ അഹങ്കാരം നിമിത്തം അങ്ങനെ വന്ന് സംഭവിച്ചല്ലോ എന്ന് ഈ രാക്ഷസികൾ ഇങ്ങനെ രാവണനെ പഴിക്കുകയാണ്. ആ മഹാഭാവി ഒരു മനുഷ്യ സ്ത്രീയെ മോഹിച്ചതിൻ്റെ ഫലം നോക്കിയേ ഇപ്പോൾ മറ്റുള്ളവർക്കാണ് അതിൻ്റെ ദോഷഫലം അനുഭവിക്കേണ്ടി വരുന്നത്. ആ പതിവ്രതയായ സീതാദേവിയുടെ തപശക്തിയാലാണ് അഗ്നിഭഗവാൻ ഇങ്ങനെ നമ്മെ ശിക്ഷിക്കുന്നത്. ഇങ്ങനെ രാക്ഷസികൾ ഇങ്ങനെ ഓരോന്ന് പറയുകയും കരയുകയും അതുപോലെ തന്നെ വെന്തു മരിക്കുന്നു, ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, പിന്നെയും വീണു മരിക്കുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 700 യോജനയോളം വിസ്തൃതിയുള്ള ആ നഗരം മുഴുവൻ അങ്ങനെ ക്ഷണനേരം കൊണ്ട് അഗ്നിഭഗവാന് ഇരയായി എന്ന് പറഞ്ഞാൽ ഹനുമാൻ ചുട്ടുകരിച്ചു. അഗ്നിദേവനും വളരെയധികം സന്തുഷ്ടനായി. എല്ലാം കഴിഞ്ഞപ്പോൾ ആ സമുദ്രത്തിലേക്ക് ചാടിയിട്ട് ഹനുമാൻ തൻ്റെ വാലിലെ തീ അണച്ചു. ആ സീതാദേവി അങ്ങനെ അഗ്നിയാൽ സംരക്ഷിക്കപ്പെട്ട് വളരെ ശാന്തയായി ശ്രീരാമനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സാംസാരിക ദുഃഖം, രാമനാമം ജപിക്കുന്നതിൻ്റെ മാഹാത്മ്യം പറയുകയാണ്. സാംസാരിക ദുഃഖങ്ങളാകുന്ന മായാമോഹങ്ങൾക്ക് വശംവദരാണെങ്കിലും ആ ശ്രീരാമനാമ മന്ത്ര മാഹാത്മ്യത്താൽ സാംസാരിക താപത്രയങ്ങളാകുന്ന അഗ്നിയെ തരണം ചെയ്യുന്നവർക്ക്, താപത്രയങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന 3 തരം ദുഃഖങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആധിഭൗതികം, ആധിദൈവികം, ആധ്യാത്മികം. ഇങ്ങനെയുള്ള 3 തരം ദുഃഖങ്ങൾ ആ ദുഃഖങ്ങളെക്കാളും ആ ദുഃഖങ്ങൾ തരണം ചെയ്യുന്നവരാണ് നമ്മൾ രാമനാമത്താൽ. അങ്ങനെ തരണം ചെയ്യുന്നവർക്ക് ഈ അഗ്നിയെ തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരം എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ വിഭീഷണനെയും സീതാദേവിയെയും അവർ 2 പേരും ഉറച്ച ശ്രീരാമഭക്തരാണ്. അതുകൊണ്ട് അവരെ അഗ്നിദേവൻ സ്പർശിച്ചതേയില്ല എന്ന് സാരം. ഇനി അവിടുത്തെ ദൂതന് അഗ്നി മൂലം സന്താപം സംഭവിക്കുമോ? ഇവിടെ ദൂതനായിട്ട് ഹനുമാൻ അല്ലെങ്കിൽ തന്നെ നേരത്തെ വരം കിട്ടിയിട്ടുണ്ട് അഗ്നിദേവനാൽ. കുട്ടിയായിരിക്കുമ്പോഴേ എല്ലാ ദേവന്മാരും വരം കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഒരിക്കൽ. ഹനുമാൻ ആ സീതാദേവിയെ
ചെന്ന് താണ് തൊഴുതു നമസ്കരിച്ചിട്ട് ഇനി ഞാനും അക്കരയ്ക്ക് ഈ സമുദ്രം കടന്ന് അക്കരയ്ക്ക് പോയി ആ ശ്രീരാമ സന്നിധിയിലേക്ക് എഴുന്നള്ളട്ടെ. സ്വാമി അനുജനോടും അരുണജനോടും കൂടി, അരുണൻ സൂര്യൻ, സൂര്യപുത്രൻ്റെ പേര് സുഗ്രീവൻ, അങ്ങനെ അവരോട് കൂടി വന്ന് വാനരപ്പടയോട് കൂടി വന്ന് പെട്ടെന്ന് തന്നെ ആ ദേവിയെ ഇവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകും എന്നിങ്ങനെ പറഞ്ഞ് നമസ്കരിക്കുകയാണ്. ഇപ്രകാരം പറഞ്ഞ് ഹനുമാനോട് സീതാദേവി പറയുന്നു, എൻ്റെ സ്വാമിയുടെ കഥ കേൾപ്പിച്ച്, ആ കഥ കേൾപ്പിച്ച നിന്നെ കണ്ട് എൻ്റെ സങ്കടമെല്ലാം നീങ്ങി. ഇനിയും എത്ര നാൾ എൻ്റെ പ്രിയതമനെ പിരിഞ്ഞ് ഞാൻ ഈ വിരഹദുഃഖം അനുഭവിക്കണം. ശ്രീരാമ ശ്രീരാമ ഭഗവാനെ എന്നിങ്ങനെ വിളിക്കുകയാണ്. ആ ഹനുമാൻ വേഗം പറഞ്ഞു, ദേവി അനുവദിച്ചാൽ ഈ ചുമലിലേറ്റി ഇപ്പോൾ തന്നെ ഞാൻ ആ സ്വാമിയുടെ അടുത്ത് എത്തിക്കാമല്ലോ, പിന്നെ എന്തിനാണ് ദുഃഖിക്കുന്നത്? അപ്പോൾ ദേവി പറഞ്ഞു, ഭഗവാൻ ഇത് ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷേ എന്നെ ഇപ്പോൾ ആരും അറിയാതെ ആ ചുമലിലേറ്റി ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ അതെൻ്റെ പ്രാണനാഥന് തന്നെയാണ് ദുഷ്കീർത്തി ഉണ്ടാക്കുന്നത്. ആയതിനാൽ ആ വാനര സൈന്യത്തോടൊപ്പം വന്ന് ആ സമുദ്രത്തിൽ ദിവ്യാസ്ത്രങ്ങളാലോ ദിവ്യാസ്ത്രങ്ങളാൽ വെള്ളം വറ്റിച്ചിട്ടോ സേതു ബന്ധിച്ചിട്ടോ ചിറ കെട്ടിയിട്ടോ, സേതുബന്ധനം നമുക്കറിയാം, പാലം തീർക്കുകയാണ്. അപ്പോൾ ചിറ കെട്ടിയിട്ടോ എങ്ങനെയെങ്കിലും ഇവിടെ എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ, രക്ഷിച്ചു കൊണ്ടുപോകാനുള്ള ആ പ്രയത്നങ്ങൾ ചെയ്താലും അത്ര നാളും ഞാൻ എൻ്റെ ഈ ജീവനെ ധരിച്ചു കൊള്ളാം എന്ന് സീതാദേവി ഹനുമാനോട് പറയുന്നു. ഹനുമാൻ തിരികെ സമുദ്രം ചാടിക്കടന്ന് ശ്രീരാമൻ്റെ അടുത്തേക്ക് പോകുന്നു. ഇനി അടുത്തത് ഹനുമാൻ്റെ പ്രത്യാഗമനം എന്ന ഭാഗമാണ്. ഇത് സുന്ദരകാണ്ഡത്തിലെ അവസാന ഭാഗമാണിത്. അവിടെ നമുക്കറിയാം, ഈ ഹനുമാൻ സമുദ്രം ചാടിക്കടക്കാൻ നേരത്ത് അവിടെ അങ്കദൻ, ജാംബവാൻ, മറ്റു വാനരന്മാരെല്ലാം ഇങ്ങനെ അവിടെ തമ്പടിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഹനുമാൻ്റെ തിരിച്ചുവരവും നോക്കി അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അവർ നോക്കിയിരിക്കുമ്പോൾ ഒരു ഭയങ്കര അലർച്ച കേൾക്കാം, 3 ലോകങ്ങൾ നടുങ്ങുന്ന ഒച്ചയിൽ. ഈ ഒച്ച കേൾക്കുന്ന വാനരന്മാർ പറയുകയാണെന്നോ, അവിടെ നോക്കി ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, കേൾക്കുക, ആ വാതാത്മജൻ കാര്യം സാധിച്ച് വരികയാണെന്നാണ് തോന്നുന്നത്. കേട്ടാൽ അറിയാം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന നേരം അദ്രിശിരസി എന്ന് പറഞ്ഞാൽ ആ പർവ്വതത്തിൻ്റെ മുകളിൽ കാണായി. ആരെ കാണായി? നമ്മുടെ ഹനുമാനെ. അങ്ങനെ ഹനുമാൻ മുകളിലേക്ക് വന്ന് ഇങ്ങനെ താഴോട്ട് നോക്കിയിട്ട് പറയുകയാണ്, ഞാൻ കണ്ടു വിളിച്ച് വളരെ സന്തോഷത്തിൽ വിളിച്ച് പറയുകയാണ്, എൻ്റെ സ്വാമിയുടെ ആ ദേവിയെ ഞാൻ കണ്ടു. എൻ്റെ ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹത്താൽ, എൻ്റെ സ്വാമിയുടെ അനുഗ്രഹത്താൽ ഞാൻ കണ്ടു. മോതിരവും കൊടുത്തു. ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടെല്ലാം സാധിച്ചു എന്ന് പറഞ്ഞ് അത്യധികം സന്തോഷത്തോടെ ഇങ്ങനെ തുള്ളിച്ചാടുകയാണ്. ആ രാവണൻ്റെ ലങ്കയും ഉദ്യാനവും എല്ലാം ഞാൻ ചുട്ടുകരിച്ച് ഭസ്മമാക്കി. ആ രാവണനെ കണ്ട അവൻ്റെ അഹങ്കാരമെല്ലാം ഉടനെ തീരും. ഇനി കുറച്ച് നാളേക്കേ ഉള്ളൂ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഇനി നമുക്ക് സ്വാമിയോട് ഈ കഥയെല്ലാം പറയണം. ജാംബവ, അങ്കദ, നീല, ഗവയ, ഗവാക്ഷ എല്ലാവരും ഓടിവാ, നമുക്ക് വേഗം അങ്ങനെ പോകാൻ മുമ്പോട്ട്. അവരെല്ലാവരും ആ വായുപുത്രനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ്. കുറച്ച് പേര് ആ വാലിലാണ് ഉമ്മ വയ്ക്കുന്നത്. വാല് പിടിച്ച് നോക്കി ഓരോരുത്തരും ഉമ്മ വയ്ക്കുക. നമുക്കറിയാം, വാലിലാണ് തീ കൊളുത്തിരുന്നത്. ആ വാല് വെച്ചിട്ടാണ് ലങ്കയെല്ലാം ചുട്ടുകരിച്ചത്. അതുകൊണ്ട് ഹനുമാനെ ഇങ്ങനെ അവർ അത്രയ്ക്ക് അങ്ങ് സന്തോഷിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സന്തോഷിക്കുകയാണ്. അവർ ഹനുമാനെ മുന്നിൽ നടത്തി ഇങ്ങനെ ശ്രീരാമൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പിന്നെ പോകുന്ന വഴിക്ക് പ്രസ്രവണാചലത്തിൽ അവിടെ മനോഹരമായ ഒരു ഉദ്യാനമാണത്. അത് സുഗ്രീവൻ്റെ ആ പ്രൈവറ്റായിട്ടുള്ള ഉദ്യാനമാണ്, രാജകീയ ഉദ്യാനമാണത്. അത് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ദതിമുഖൻ എന്ന ഈ സുഗ്രീവൻ്റെ അമ്മാവനെയാണ്. അതിന് കാവൽക്കാരെയും വെച്ചിട്ടുണ്ട്. ദതിമുഖൻ വേറെ കാവൽക്കാരെ വാനരന്മാരെ വെച്ചിട്ടുണ്ട്. ഈ അങ്കദനും ജാംബവാനും ഹനുമാനും എല്ലാം ആ ഉദ്യാനത്തിലേക്ക് ചെന്ന് കയറിയപ്പോഴേക്കും കാവൽക്കാരായ ഈ വാനരന്മാർ വന്ന് ഇവരെ തടയാൻ നോക്കിയെങ്കിലും ഇവർ മുഷ്ടി കൊണ്ട് നല്ല ഇടി കൊടുത്ത് എല്ലാവരെയും ഓടിച്ചു വിട്ടു, കാവൽക്കാരെ എല്ലാം. എന്നിട്ട് അവർ ഉദ്യാനത്തിനകത്ത് കയറി അവർക്ക് വേണ്ട ഫലങ്ങളും കിഴങ്ങുകളും അതുപോലെ മറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഭക്ഷിച്ചു. അവിടെ കിട്ടുന്നതെല്ലാം എടുത്ത് ഭക്ഷിച്ചത് വാനരന്മാരല്ലേ, അവർക്ക് നശിപ്പിക്കരുതെന്നുള്ള ബോധമൊന്നുമില്ലല്ലോ. അങ്ങനെ അവരുടെ ആ ചപലമായ സ്വഭാവം കാണിക്കുകയാണ്. അങ്ങനെ ഇത് കണ്ടിട്ട് ദതിമുഖൻ വേഗം സുഗ്രീവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അങ്കദനും കൂട്ടരും അങ്ങയുടെ ആ മധുവനത്തിൽ കയറി അതിക്രമിച്ച് കയറി തടയാൻ നോക്കിയ കാവൽക്കാരെ അവർ ഇടിച്ച് താഴെ ഇട്ടു എന്ന് പറഞ്ഞു. പക്ഷേ ഇത് കേട്ട സുഗ്രീവൻ പറഞ്ഞു, വളരെ സന്തോഷത്തോടെ പറയുകയാണ് രാമനോട്, അവർ കാര്യം സാധിച്ചു മടങ്ങി വരുന്നതാണ് എന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ അവരിങ്ങനെ ഒന്നും ചെയ്യില്ല, എൻ്റെ രാജകീയ ഉദ്യാനത്തിൽ പ്രവേശിക്കാൻ ധൈര്യപ്പെടില്ല. എന്നിട്ട് സേവകരോട് തിരിഞ്ഞു പറയുകയാണ്, അവരോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു ചേരാൻ പറയുക, സേവകരെ നിങ്ങൾ അവരെ കൂട്ടിക്കൊണ്ടു വരിക എന്ന് പറഞ്ഞു.
അങ്ങനെ സേവകരായ വാനരന്മാരും അംഗദാദികളോട് ചെന്ന് വിവരം പറഞ്ഞ് അവരെ സുഗ്രീവ സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അങ്ങനെ സുഗ്രീവൻ്റെ അടുത്തേക്ക് വന്ന് എല്ലാവരും നമസ്കരിക്കുകയാണ്. വന്നിട്ട് ശ്രീരാമനും സുഗ്രീവനും ഇരിക്കുന്നുണ്ടല്ലോ, സൗമിത്രിയും. അപ്പോൾ ഇവിടെ ഹനുമാൻ ശ്രീരാമനോട് പറയുകയാണ്, ഞാൻ ദേവിയെ കണ്ടു, ആ രാക്ഷസന്മാരുടെ ലങ്കയിൽ ശിംശുവ വൃക്ഷച്ചുവട്ടിൽ അങ്ങനെ ഇരിക്കുന്നു. അങ്ങയും സൗമിത്രിയും സുഖമായിരിക്കുന്നോ എന്ന് ചോദിച്ചു. ഇങ്ങനെ രാക്ഷസിമാരാൽ ചുറ്റപ്പെട്ട് കണ്ണുനീരൊഴുക്കി സദാ രാമ രാമ എന്ന് വിലപിച്ച് കേഴുന്ന ആ ദേവിയെ ഞാൻ അതികൃശ ശരീരത്തോടുകൂടി മറ്റാരുടെയും ദൃഷ്ടിയിൽപ്പെടാതെയാണ് ചെന്ന് കണ്ടത്. അവിടുത്തെ കഥകൾ, അതായത് അമൃതിന് സമമായ കർണാനന്ദകരമായ കഥകൾ അറിയിച്ചു. ആ രാവണൻ കട്ടുകൊണ്ടു പോകുന്നതും ആ അർക്കാത്മജൻ അതായത് സുഗ്രീവനോട് അഗ്നിസാക്ഷിയായി സഖ്യമുണ്ടാക്കിയതും ബാലിയെ വധിച്ചതും ദേവിയെ അന്വേഷിച്ച് നാനാദിക്കുകളിലേക്കും അയച്ച ആ വാനര സേവകന്മാരിൽ ഒരുവനായ ഞാൻ സമുദ്രം ലംഘിച്ച് അവിടേക്ക് ദേവിയുടെ സമീപം ചെന്നതും സുഗ്രീവ സജീവനായ ആ സുഗ്രീവൻ്റെ മന്ത്രിയായ രാമദൂതനായ ഹനുമാനാണ് ഞാനെന്നും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭവതിയെ കാണാൻ സാധിച്ചതും ഭാഗ്യം തന്നെയെന്നും പറഞ്ഞ് അങ്ങനെയെല്ലാം പറഞ്ഞ് എൻ്റെ വാക്കുകൾ കേട്ട ദേവി ഇത്രയും മധുരമായ കർണാമൃതമായ വാക്കുകൾ കേൾപ്പിച്ചത് ആരാണെന്ന് ആശ്ചര്യപ്പെട്ട് കൺമുമ്പിൽ പ്രത്യക്ഷനാവാൻ ആവശ്യപ്പെട്ടതിനാൽ ആ വാനരാകൃതിയിൽ ചെറിയ ശരീരത്തോടെ ദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷനായി അവിടുന്ന് തന്നയച്ച മോതിരം ഞാൻ ദേവിക്ക് കൊടുത്തു. ദേവി സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും കണ്ണുനീർ വാർത്ത് ആ ദുഃഖകരമായ അവസ്ഥയിലും ആ നിശാചരികൾ ഉപദ്രവിക്കുന്നതും അവിടുത്തെ അറിയിക്കാനായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മോതിരം നെഞ്ചിലും അതുപോലെ തന്നെ കണ്ണുകളിലും ശിരസിലും ചേർത്ത് അതിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാറത്ത് ചേർത്ത് കരഞ്ഞതും അതുപോലെ തന്നെ അങ്ങയോട് പറയാനായി ഒരടയാള വാക്കും പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഹനുമാൻ അടയാള വാക്ക് പറയുകയാണ്. അതായത് ചിത്രകൂടാചലത്തിൽ പണ്ട് വസിച്ചിരുന്ന കാലത്ത്, അത് സീതാദേവി ഹനുമാനോട് പറയുന്നത് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ശക്രാത്മജനായ ജയന്തൻ കാക്കയുടെ രൂപത്തിൽ വന്ന് മാംസകഷ്ണങ്ങൾ ഉണക്കാൻ വെച്ചിരുന്നത് കൊത്തി തെറിപ്പിക്കുമ്പോൾ അത് കല്ലെടുത്തെറിഞ്ഞ് സീതാദേവിയെ ആ ഇന്ദ്രൻ്റെ മകനായ ജയന്തൻ ഉപദ്രവിക്കുന്നതും മടിയിൽ കിടന്നുറങ്ങിയ ശ്രീരാമചന്ദ്രൻ ഉണർന്നു നോക്കുമ്പോൾ രക്തമൊലിപ്പിച്ചിരിക്കുന്ന സീതാദേവിയെ കണ്ട് ഒരു പുൽക്കൊടി പറിച്ചെടുത്ത് ആ ദിവ്യാസ്ത്ര മന്ത്രം ജപിച്ച് ജയന്തനെ കൊല്ലാൻ വേണ്ടി അയക്കുന്നതും 3 ലോകങ്ങളിലും ഓടി അതുപോലെ ത്രിമൂർത്തികളെയും ശരണം പ്രാപിച്ചെങ്കിലും എവിടെയും അഭയം ലഭിക്കാതെ ആ ജയന്തൻ തിരികെ വന്ന് ശ്രീരാമചന്ദ്രനെ അഭയം പ്രാപിക്കുന്നതും തൻ്റെ ബാണം ഒരിക്കലും നിഷ്ഫലമാവില്ല, അതിനാൽ നിൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രൻ ജയന്തന് അഭയം കൊടുക്കുന്നതും ആ വസ്തുത കഥയാണ്, ആ സംഭവമാണ് ഇവിടെ പറഞ്ഞ് അയക്കുന്നത് അടയാള വാക്കായിട്ട്. ഇനി ദേവിയോട് അങ്ങനെ യാത്ര പറഞ്ഞു പോകുന്ന ഞാൻ മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടാണ് പോകുന്നത്. അസംഖ്യൻ രാക്ഷസന്മാരെയും ആ രാവണൻ്റെ മന്ത്രിപുത്രന്മാരെയും അക്ഷകുമാരനെയും, അതായത് ദശവദനൻ്റെ മകനാണല്ലോ അക്ഷകുമാരനെയും ഞാൻ കാലപുരിക്ക് അയച്ചു. ഉദ്യാനം മുഴുവൻ ഞാൻ നശിപ്പിച്ചു. മറ്റൊരു മകനായ ഇന്ദ്രജിത്തിനാൽ ബ്രഹ്മാസ്ത്രബദ്ധനായി രാക്ഷസൻ്റെ മുമ്പിൽ ചെന്ന് അവൻ്റെ തെറ്റവനെ പറഞ്ഞു ബോധ്യമാക്കിയിട്ട് ലങ്കാപുരി ചുട്ടുകരിച്ചതിന് ശേഷമാണ് ദേവിയെ കണ്ട് വണങ്ങി അനുവാദവും വാങ്ങി പോന്നത്. ദാസനായ അടിയൻ അങ്ങയെ നമസ്കരിക്കുന്നു. പാഹിമാം 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 എന്ന് പറഞ്ഞാൽ മാം, എന്നെ രക്ഷിക്കണേ എന്ന്. ഇത് കേട്ട് സന്തുഷ്ടനായ ശ്രീരാമൻ, ആ ദേവന്മാരാൽ പോലും അസാധ്യമായ കാര്യമാണ് മാരുതി ഭവാൻ സാധിച്ചത്. മാരുതി, ഈ കാര്യങ്ങളൊന്നും ദേവന്മാർക്ക് പോലും ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഉപകാരത്തിന് പകരമായി എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് തരുന്നു എന്ന് പറയുകയാണ്. ഇങ്ങനെ എന്നോടുള്ള ഭക്തി നിമിത്തം ഭവാൻ ഈ ചെയ്തതിന് പ്രത്യുപകാരമായി ചെയ്യാൻ ഒന്നും തന്നെ ഈ ജന്മത്തിലില്ല എന്ന് പറഞ്ഞ് മാരുതിയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ മാരുതപുത്രൻ്റെ ഭാഗ്യം നോക്കണേ. ആ സർവേശ്വരിയായ ലക്ഷ്മീ ദേവിക്ക് മാത്രം ഭാഗ്യം സിദ്ധിക്കുന്ന ഭാഗ്യമാണല്ലോ ആ മാറിൽ ചേർന്നിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഈ മാരുതിക്കും അത് ലഭിച്ചു എന്ന് എല്ലാവരും ആശ്ചര്യപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ രാവണന് ഒരുപാട് ശാപങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിലൊന്നാണിതും.
ഈ ദൂതനാൽ നാശം വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൂതൻ പണ്ട് ഒരു ദൂതനെ കൊന്നിട്ടുണ്ട് ഈ രാവണൻ. നമുക്കറിയാം ഈ ബ്രഹ്മാവിൻ്റെ മകൻ പുലസ്ത്യൻ്റെ മകൻ വിശ്രവസ്. ആ വിശ്രവസ് ആദ്യം കല്യാണം കഴിക്കുന്ന ഒരു ഗന്ധർവ സ്ത്രീയാണ്. അതിലുണ്ടായ മകനാണ് വൈശ്രവണൻ. പിന്നീടാണ് കൈകസി, സുമാലിയുടെ മകളായ കൈകസിയെ കല്യാണം കഴിക്കുന്നത്. ആ കൈകസിയിൽ 4 മക്കളാണ് ഉണ്ടായത്: രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ, ശൂർപ്പണഖ. അങ്ങനെ ഈ വൈശ്രവണൻ 49,000 ദിവ്യവർഷം തപസ് ചെയ്ത് ബ്രഹ്മാവിൻ്റെ വരപ്രസാദത്താൽ ധനപതിയും അഷ്ടദിക്പാലക സ്ഥാനവും പുഷ്പക വിമാനവും എല്ലാം സ്വന്തമാക്കി. ഈ 49,000 ദിവ്യവർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വർഷം അവരുടെ ഒരു പകലല്ല, ഒരു ദിവസമാണ് നമ്മുടെ ഒരു വർഷം. അതായത് നമ്മുടെ 365 ഡേയ്സ് നമുക്കാണെങ്കിൽ അവർക്കത് 360 വർഷം എന്നാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. നാരായണീയത്തിലൊക്കെ അങ്ങനെ എഴുതിയിരിക്കുന്നത് 360 വർഷം. പക്ഷെ നമ്മുടെ ഈ പിതൃകർമ്മമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയും, അതായത് നമ്മുടെ ഒരു വർഷം അവരുടെ ഒരു പകലായതുകൊണ്ട് വർഷത്തിൽ 3 അമാവാസിക്ക് നമ്മൾ ബലിയിട്ടാൽ അവിടെ നമ്മുടെ ഒരു വർഷം അവിടെ ഒരു ഒരു ദിവസമായതുകൊണ്ട് നമ്മൾ വർഷത്തിൽ 3 പ്രാവശ്യം ബലിയിടുമ്പോൾ അവിടെ പിതൃക്കൾക്ക് ദേവലോകത്ത് 3 നേരം ഒരു ദിവസം ഭക്ഷണം കിട്ടുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ആ 365 വർഷം എന്ന് നമുക്ക് വിചാരിക്കാം. നമ്മുടെ ഒരു വർഷം അവർക്ക് അവിടെ ഒരു ദിവസം. അങ്ങനെ അവരുടെ 365 ദിവസമായിരിക്കുമല്ലോ അന്നേരം ഒരു ദിവ്യവത്സരം എന്ന് പറയുന്നത്. അങ്ങനെ 49,000 ദിവ്യ സംവത്സരങ്ങൾ ബ്രഹ്മാവിനെ തപസ് ചെയ്താണ് ഈ വൈശ്രവണൻ ഇതെല്ലാം നേടിയെടുക്കുന്നത്. ഒരു ദിവസം ഈ കൈകസി, ഈ വൈശ്രവണൻ ലങ്കയിൽ ആരുമില്ലാത്തത് കൊണ്ട് ഈ അച്ഛൻ്റെ നിർദ്ദേശം, അതായത് വിശ്രവസിൻ്റെ നിർദ്ദേശപ്രകാരം പോയി അവിടെ യക്ഷന്മാരുടെ രാജാവായിട്ട് ധനപതിയായിട്ടൊക്കെ അങ്ങനെ സുഖമായിട്ട് വാഴുന്നു. ഒരു ദിവസം കൈകസി മക്കളുമായിട്ട് ഇങ്ങനെ വാഴുന്ന സമയത്ത് മോളിക്കൂടെ പുഷ്പക വിമാനത്തിൽ വൈശ്രവണൻ ഇങ്ങനെ അച്ഛനെ കാണാൻ പോകുന്നത് കണ്ടിട്ട് കൈകസി വേഗം മക്കളോട് പറയുകയാണ്, നിങ്ങളുടെ അച്ഛൻ അങ്ങേര് തന്നെയാണല്ലോ, നോക്കിയേ ഒരാൾ തന്നെയല്ലേ അച്ഛൻ. വൈശ്രവണൻ്റെ പോക്ക് കണ്ടോ, നിങ്ങളുടെ ജ്യേഷ്ഠനാണ് പോകുന്നത്, അവൻ എന്ത് ആഡംബര ജീവിതം നയിക്കുന്നത്, നിങ്ങൾക്കും അതുപോലെ ആകാൻ പാടില്ലേ എന്ന് ചോദിച്ച് ഇവരെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അന്നുകൊണ്ട് ഈ രണ്ടാനമ്മപ്പോരൊക്കെ എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും അത് കഴിഞ്ഞാണ് രാവണനും കുംഭകർണനും വിഭീഷണനും ഈ തപസ് ചെയ്യുന്നത്. രാവണൻ തപസ് ചെയ്ത് 10,000 വർഷം കഴിഞ്ഞിട്ടും ബ്രഹ്മാവ് പ്രസാദിച്ചില്ല. ഉടനെ ഒന്നാമത്തെ 10 തലകളോടുകൂടി തന്നെയാണ് രാവണൻ ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്ന ഈ 10 തലകളും 20 കൈകളും ഒക്കെ അങ്ങനെ ഒരു രൂപത്തിലായിരുന്നു. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ആ സന്ധ്യാവേളയിൽ സന്താനമാശുദേഹീതി ദേഹീതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ക്രൂര ആകൃതിയിലും ക്രൂര സ്വഭാവത്തിലും ജനിച്ചത് ആ സന്ധ്യാവേള ആയതുകൊണ്ടാണെന്നാണ് വിശ്രവസ് പറഞ്ഞത്. എനിവേ അങ്ങനെ 10,000 വർഷം കഴിഞ്ഞും ബ്രഹ്മാവ് പ്രസാദിക്കാത്തത് കൊണ്ട് ആദ്യത്തെ ഒരു തലയറുത്ത് അഗ്നിയിലേക്കിട്ട് ഹോമിച്ചു. ബ്രഹ്മാവ് പ്രസാദിച്ചില്ല. അടുത്ത 1000 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത തലയും അറുത്ത് ഹോമിച്ചു. എന്നിട്ടും ബ്രഹ്മാവ് വന്നില്ല. അത് കഴിഞ്ഞ് വീണ്ടും 1000 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത തലയും ഹോമിച്ചു. ബ്രഹ്മാവ് പ്രസാദിച്ചില്ല. അങ്ങനെ 9 തലകളും 19,000 വർഷം കൊണ്ട് ഹോമിച്ചു. അവസാനത്തെ തല അറുക്കാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് വരം കൊടുക്കുകയായിരുന്നു രാവണന്. രാവണൻ അങ്ങനെ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് പറഞ്ഞത്? ഗന്ധർവ, ഭുജക, അപ്സര, ഉരക അങ്ങനെയുള്ള ഒരു ജാതിയിലും പെട്ട ആരും എന്നെ വധിക്കരുത്. ദാനവരോ ദൈത്യരോ ദേവഗന്ധർവ ഭുജക അപ്സരോ വൃന്ദം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആരും എന്നെ വധിക്കരുത്, മനുഷ്യനാൽ മാത്രമേ എനിക്ക് മരണം ഉണ്ടാകാവുള്ളൂ. മനുഷ്യൻ നിസ്സാരനാണെന്നും ഈ രാവണൻ്റെ ശക്തിക്ക് മുമ്പിൽ ഒന്നും അല്ല എന്നുള്ള ധാരണയിലാണ്. അതുകൊണ്ടാണ് ഭഗവാൻ, സർവശക്തനായ ഭഗവാൻ തന്നെ മനുഷ്യനായിട്ട് അവതരിച്ചത് അല്ലേ. അപ്പോൾ അങ്ങനെ രാവണൻ വരം വാങ്ങിച്ചു. കുംഭകർണൻ വരം ചോദിക്കാൻ നേരത്ത് ഈ ഒരു രാവണനെ കൊണ്ടേ നിവൃത്തിയില്ലാതിരിക്കുക, ആ ഉപദ്രവം തന്നെ. അതുകൊണ്ടാണ് ബ്രഹ്മാവും മറ്റു ദേവന്മാരും അപേക്ഷിച്ചത് സരസ്വതി ദേവി ആ കുംഭകർണൻ നാവിന്മേൽ കയറിയിരുന്ന് ആ നാക്കുപിഴ ഉണ്ടാക്കണേ എന്ന് പറഞ്ഞു. കുംഭകർണൻ ചോദിച്ചത് എന്താണ്? നിദ്രാവത്വമാണ് ചോദിച്ചത്. ആ നിദ്രാവത്വം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ 365 ദിവസവും ഉറങ്ങാനുള്ള വരം കിട്ടി. രാവണൻ അങ്ങനെ ലങ്കയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഉറങ്ങാൻ അറയൊരുക്കിയെങ്കിലും അത് ഒരു ദുഃഖകരമായ അവസ്ഥയല്ലേ. ഒരു സഹോദരനെ ഏതു നേരം ഉറങ്ങാമെന്ന് പറഞ്ഞാൽ വീണ്ടും
ഭഗവാനെ ഈ ബ്രഹ്മാവിനെ കണ്ട് അപേക്ഷിച്ചാണ് അത് 6 മാസം ഉറക്കവും 6 മാസം ഉണർവുമാക്കി മാറ്റിയെടുത്തത്. ഇനി വിഭീഷണനോട് ചോദിച്ചു എന്താണ് വരം വേണ്ടതെന്ന്. പക്ഷേ വിഭീഷണൻ പാവം പറഞ്ഞു, എന്നുമേ ധർമ്മസ്ഥിതി പിഴയ്ക്കാതെയും ശ്രീപാദഭക്തിക്ക് ഇളക്കമില്ലാതെയും പാപകർമ്മങ്ങളിൽ വൈമുഖ്യഭാവം, ആ പാപകർമ്മങ്ങൾ എനിക്ക് ചെയ്യാൻ അതിനോട് വിമുഖത ഉണ്ടാവണം, ചെയ്യാൻ തോന്നരുത്. ഏവം ഭവിപ്പാൻ അനുഗ്രഹം നൽകണം, ഇത്രയൊക്കെ മതി എനിക്ക് എന്ന് പറഞ്ഞു. ഭഗവാൻ വേഗം ബ്രഹ്മാവ് പറഞ്ഞു, ഭാഗവതോത്തമനായിട്ട് വാഴുക, നീ കൽപ്പാവസാന കാലത്തോളം ചിരഞ്ജീവിയായി വാഴുക എന്നാണ് വരം കൊടുത്തത്. അങ്ങനെ ഈ 3 പേർക്കും വരം കിട്ടി. പക്ഷേ രാവണൻ മാത്രമാണ് ഇങ്ങനെയുള്ള ഒരുപാട് വരങ്ങൾ വാങ്ങിച്ച് സർവ്വ ഐശ്വര്യങ്ങളോടും കൂടിയാണ് ലങ്കയിൽ വാണിരുന്നത്. അതാണിപ്പോൾ ദൂതനായ ഹനുമാൻ ചെന്ന് ചുട്ടുകരിച്ചിട്ട് വന്നത്. ഇനി ദൂതനാൽ നാശം വരുമെന്ന് പറയാൻ കാരണം, ശാപം കിട്ടാൻ കാരണം, ഈ വൈശ്രവണൻ ഇങ്ങനെ പോകുന്നത് കണ്ട് അമ്മ ഇങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞല്ലോ, നിങ്ങളുടെ അച്ഛനൊന്ന് തന്നെയല്ലേ, അവൻ ദേ വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്നു, നീ ഇങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞ് ഏതായാലും രാവണൻ സിദ്ധികളൊക്കെ സ്വന്തമാക്കി തപോബലത്താൽ. അത് കഴിഞ്ഞ് ഈ വൈശ്രവണനെ തപോബലം കിട്ടി, സിദ്ധികൾ കിട്ടി, ഇനി ഇരിക്കാനൊരു സ്ഥലം വേണ്ടേ. വൈശ്രവണനാണിപ്പോൾ ഈ ലങ്ക ഭരിക്കുന്നത്. ആ വൈശ്രവണനോട് ലങ്കയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു. വൈശ്രവണൻ ധർമ്മിഷ്ഠനും നീതിമാനുമായിരുന്നു. അച്ഛനെ കണ്ട് വിവരം പറഞ്ഞു, ഇങ്ങനെ രാവണൻ ലങ്കയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നെന്ന്. വൈശ്രവണനോട് അച്ഛനെ ഉപദേശിച്ചു, അവൻ ദുഷ്ടനാണ്, ഒട്ടും നന്മയുള്ളവനല്ല, അതുകൊണ്ട് നീ അവിടം വിട്ടു പോരുന്നതാണ് നല്ലതെന്ന് പറഞ്ഞതുകൊണ്ട് വൈശ്രവണൻ ലങ്കയിൽ നിന്ന് തിരിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് പോരുകയാണ് ചെയ്യുന്നത്, ലങ്ക ഉപേക്ഷിച്ച്. അങ്ങനെയാണ് വീണ്ടും ഈ രാവണനും മറ്റുള്ളവരും ലങ്കയിലേക്ക് പോകുന്നത്. അതിനിടയ്ക്ക് ഈ രാവണൻ്റെ അമ്മ കൈകസി വേറെ സുമാലി, മാലി, മാല്യവാൻ ഇവരായിരുന്നു ഉണ്ടായിരുന്നത്. സുമാലിയുടെ മകളാണ് കൈകസി. അങ്ങനെ ഈ സുമാലിയെ മാത്രമേ ജീവനോടെ ഉള്ളൂ. മാലിയും മാല്യവാനും മഹാവിഷ്ണുവിൻ്റെ കൈകളാൽ തന്നെ മരിച്ചിരുന്നു യുദ്ധത്തിൽ. എന്തായാലും ഈ കൈകസി 4 മക്കൾക്ക് ജന്മം കൊടുത്തതിൽ ഈ രാവണൻ ദുഷ്ടനും അതുപോലെ തന്നെ വലിയ ബലവാനുമായിട്ട് ലങ്കയിൽ ചെന്ന് ഭരണം തുടങ്ങി. വിഭീഷണൻ രാമഭക്തനായി, ഭഗവത് ഭക്തനായി മാറി. നമുക്കറിയാം ശൂർപ്പണഖയെ ബാലകാണ്ഡത്തിൽ തന്നെ എന്തു ചെയ്തു, മൂക്കും മുലകളും ഒക്കെ ഛേദിച്ച അവസ്ഥയൊക്കെ അറിയാമല്ലോ. അങ്ങനെ 4 മക്കളുടെയും കഥ അങ്ങനെയാണ്. ഇനി ഈ വൈശ്രവണൻ ഈ അനിയൻ്റെ, അതായത് രാവണൻ്റെ ദുഷ്പ്രവർത്തികളൊക്കെ കേട്ടും കണ്ടും അവനെ ഒന്ന് ഉപദേശിക്കാമെന്ന് വിചാരിച്ച്, എന്തായാലും നന്മ പറഞ്ഞു കൊടുക്കണമല്ലോ, സ്വന്തമാണല്ലോ എന്ന് വിചാരിച്ച് ഒരു ദൂതനെ അയക്കുകയാണ്. ആ ദൂതനെ അയച്ചിട്ട് ഇങ്ങനെ തപോബലം കൊണ്ട് നേടിയ കഴിവുകൾ ദുർവിനിയോഗം ചെയ്താൽ അതിൻ്റെ സദ്ഫലങ്ങളെല്ലാം നശിച്ചുപോകും, വംശത്തിന് ദുഷ്കീർത്തി ഉണ്ടാകും, ആയുസ്സും സ്ഥിരമല്ല, ദേഹം, ധനം ഇവയൊന്നും സ്ഥിരമല്ല. അങ്ങനെ വിചാരിച്ചിരിക്കുന്നവർ മൂഢന്മാരാണെന്നറിയുക. യൗവനം കൊണ്ടും വരബലം കൊണ്ടും ലോകോപദ്രവം ചെയ്താൽ അത് ആപത്തിന് തന്നെ കാരണമാകും. അതുകൊണ്ട് നീ ഈ ദ്രോഹബുദ്ധിയൊക്കെ ഉപേക്ഷിച്ച് സന്മാർഗത്തിൽ വരണം എന്നൊക്കെ ദൂതനോട് പറഞ്ഞയക്കുകയാണ്. അതെല്ലാം ദൂതൻ വന്ന് ഈ രാവണനോട് പറയുകയാണ്. രാവണൻ അത് ഇഷ്ടപ്പെടാതെ ഈ ദൂതനെ വധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ദൂതന്മാർ മൂലം നാശമുണ്ടാകുമെന്നുള്ള ശാപം അങ്ങനെ കിട്ടുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞ വീഡിയോയിൽ വിഭീഷണൻ തടയുന്നതും ദൂതനെ വധിക്കുന്നത് ശരിയല്ലെന്ന് പറയുന്നതും. ഇനി വാനരന്മാർ മുഖാന്തരം നാശമുണ്ടാകുമെന്നൊരു ശാപമുണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറയാം. ഇവിടെ നമുക്ക് ഈ സുന്ദരകാന്ഡം അവസാനിക്കുകയാണ് ഇവിടെ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ യുദ്ധകാന്ഡം തുടങ്ങുകയാണ്. ഇവിടെ നമുക്ക് നോക്കാം ഇനി അടുത്ത വിശേഷങ്ങൾ. ഇവിടെ ശ്രീപരമേശ്വരൻ അങ്ങനെ ആ രഘുകുലപതിയായ ആ ശ്രീരാമചന്ദ്രൻ്റെ കഥകൾ പറഞ്ഞത് കേട്ട് ശ്രീപരമേശ്വരിക്ക് ഭക്തി കൊണ്ടങ്ങ് ഭക്തിപരവശയായി തീർന്ന് വണങ്ങുകയാണ്. ശ്രീരാമ രാമ രാമ പാഹിമാം പാഹിമാം എന്ന് പ്രാർത്ഥിക്കുന്നു. കിളിമകൾ പറയുന്നത് കേട്ട് മാലോകരും സന്തോഷിക്കണമേ എന്ന് പറഞ്ഞ് എഴുത്തച്ഛനും ഇവിടെ ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ സുന്ദരകാന്ഡം സമാപ്തം എന്ന് എഴുതി കഥ അവസാനിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം നാളേക്ക് വേണ്ടി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ശുഭദിനം നേരുന്നു.